സുരേഷ് ഗോപി സാറിനെതിരെയുള്ള ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. അത് 354 എല്ലാ വകുപ്പുകളും ചുമത്തി കേസ് എടുത്തിട്ടുണ്ട്. എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? എന്താന്ന് പറഞ്ഞാൽ അനേകം പെമ്പിള്ളേരുടെ കൂടെ അഭിനയിച്ച നല്ല തത്തമ്മ പോലെ അത്രയോ സുന്ദരി പെണ്ണുങ്ങളുടെ കൂടെ സിനിമ അഭിനയിച്ചിട്ട് ഈ ഓന്തുകിറി പോലെയുള്ള പെണ്ണിന് ഈ CPM-കാർക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമെന്ന് ആ സമയത്ത് നല്ല പെണ്ണ് കിട്ടിയില്ല. അതാണ് കുഴപ്പം. ഇവർക്ക് സമയം കിട്ടിയില്ല. കിട്ടിയാൽ ഞാൻ കൊണ്ടാക്കി കിട്ടും. ഇങ്ങനെ അങ്ങ് പിടിച്ചെന്ന് ഓർത്താൽ ലോകത്ത് 10-16 ആൾക്കാർ ഇതൊരു പീഡിപ്പീരാണോ? അതെയോ? ഞങ്ങളെ ഇത്രയും പ്രായമായി എന്തോരം ഞങ്ങളെ ഇങ്ങനെ ആട്ടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ചെയ്ത് അവർ പീഡിപ്പീരെന്ന് പറയാൻ പറ്റിയതാ. ഈ സുരേഷ് ഗോപിനെ തോപ്പിക്കും. ഇവർ കണ്ട പേര് അത് മാത്രം. ഇത് അവർക്ക് എളുപ്പം ഒരു പണി കിട്ടുക. അത് അവരുടെ തൊഴിലാണ്. ഇത് ഇന്നൊന്നും തുടങ്ങിയല്ല. ചരിതേനെ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. അങ്ങനെ എത്രയാണ് സ്വപ്നേനെ മടിയിലിരുന്ന സ്വപ്നേനെ അറിയല. കാരണം കള്ളക്കടത്ത് കിടക്കും. അയാളുടെ മകളുണ്ട്, മകനുണ്ട്, മരുവാനുണ്ട്, എല്ലാവരും ഉണ്ട്. കൊണ്ടായി ഇതെന്താ വലിയ സ്രാഗം ഇത്രയും കടത്തിയിട്ടും ആരെങ്കിലും പിടിക്കണ്ടോ? ഇവൻ്റെ ഭരണം പോയിട്ട് വേണം ഈ വലിയ സ്രാഗിന് കൊണ്ടാൻ. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തിവൈരാഗ്യം തീർക്കാൻ തോന്നുന്നുണ്ടോ? വ്യക്തിവൈരാഗ്യമാണോ? നിങ്ങളൊക്കെ കണ്ടല്ലോ എന്നാൽ ആ ജാഥയിലൊക്കെ ചോര ഒഴുകണേ. ഈ CPM-ൻ്റെ അല്ല ചോര ഒഴുകിയോ പറ. അതുപോലെ ആ പൂട്ടിച്ചെറി അവിടെ ഒരു പാട് വീണില്ലല്ലോ. അതിന് കേസ് കൊടുത്തു. ഈ ചോര ഒഴിക്കണം. അപ്പം ഈ പെണ്ടാക്കി ഞങ്ങൾ കോഴിനെ നടത്തുന്നുണ്ട് ചോര കൊടുക്കാൻ. അപ്പം അവനെ ഉണ്ടല്ലോ വടക്കൻ ചൂഴി കോഴി വെട്ടിക്കൊടുക്കും. അത് കോഴീനെ കൊടുക്കണ്ടേ? കഴിച്ചാൻ്റെ ചോര കുടിക്കരുത്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.